ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഒരു ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. ഡിവിഷനുമായും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1. Using this, find the value of 1/√2 - 1 and 1/√2 + 1. Correct it to 2 decimal places. 2 ഡെസിമൽ പ്ലേസിനെ കറക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, √2 + 1 × √2 - 1, x + y × x - y, x² - y². അപ്പൊ രണ്ട് നമ്പറിന്റെ സം ഇൻറ്റു ഡിഫറൻസ്. സം ഇൻറ്റു ഡിഫറൻസ് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ആണ്. അപ്പൊ √2² - 1². √2ന്റെ സ്ക്വയർ എത്രയാ? 2 അല്ലെ? 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ 2 - 1 എത്രയാണ്? 1. പ്രൂവ് ചെയ്തില്ലേ? √2 + 1 × √2 - 1 എന്ന് പറഞ്ഞത് 1. ക്ലിയർ ആണല്ലോ? ഓക്കെ. പ്രൂവ് ദാറ്റ് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 1/√2 - 1? അത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, √2 + 1 √2 - 1 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 അല്ലേ? അപ്പൊ ഇവിടെ 1/√2 - 1 എന്നുള്ളത് ഇതിനെ √2 + 1 കൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ 1 വരും. താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം? √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ മൾട്ടിപ്ലൈഡ് വിത്ത് √2 + 1. അതായത് ഡിനോമിനേറ്ററിനെ √2 - 1 എന്നതിനെ √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ട്? √2 + 1 √2 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. അത് നമുക്കറിയാം. അപ്പോ താഴെ 1 ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ താഴെ ഒരു റാഷണൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ അതേ √2 + 1 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഫ്രാക്ഷൻ മാറി പോകുമല്ലോ. അപ്പൊ എന്തിട്ട് √2 + 1/√2² - 1². അത് നമ്മൾ ആദ്യം കണ്ടതാണ്. √2² - 1², 2 - 1, that is 1. That is √2 + 1/1 എന്ന് കിട്ടും. അതായത് √2ന്റെ വാല്യൂ 1.414. 1.414 + 1 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോഴോ 1ഉം 1ഉം ആഡ് ചെയ്ത് 2. അപ്പൊ 2.414. അത് കറക്റ്റ് ടു എത്ര ഡെസിമൽ പ്ലേസിനാ? 2 ഡെസിമൽ പ്ലേസ്. 2 ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ 41 വരെ മതി. 1 കഴിഞ്ഞാൽ അടുത്തത് 4 എന്ന് പറഞ്ഞാൽ 5 താഴെ ഏതുകൊണ്ടാണ് കളഞ്ഞാൽ മതി. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.41. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ 1/√2 - 1ന്റെ വാല്യൂ 2.41 ആണ്. ഏകദേശ വിലയാണ് കേട്ടോ, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതുപോലെ 1/√2 + 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം? √2 + 1നെ √2 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് റാഷണൽ നമ്പർ ആവും അല്ലെ? അപ്പൊ √2 + 1 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് √2 - 1. സിൻസ് ദ ഡിനോമിനേറ്റർ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് √2 - 1, ന്യൂമറേറ്റർ ഓൾസോ മൾട്ടിപ്ലൈ വിത്ത് √2 - 1. താഴെ √2 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിൽ √2 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തോന്ന് നോക്കിയേ, √2 - 1 താഴെയുള്ള നമുക്കറിയാം. √2 + 1 × √2 - 1 ഇവിടെയൊക്കെ കണ്ടുപിടിച്ചാണ് എന്താണ്? 1 ആണ്. അപ്പൊ √2 - 1/1 കിട്ടും. ഇനി √2ന്റെ വാല്യൂ, അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 - 1, അതായത് 0.414. അതിന് കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ അക്കം 5 താഴെ ആയതുകൊണ്ട് 0.41. 5 കൂടുതലായിരുന്നു നമ്മൾ ഒന്ന് പ്രിന്റ് എടുത്തത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താണ്. 0.41 ആണ് 1/√2 + 1ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ. 1/√2 - 1ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.41. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഈ ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു പ്രോബ്ലത്തിട്ട് പോവാം. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഗിവൺ ബിലോ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. കറക്റ്റ് ടു മില്ലിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് മില്ലിമീറ്ററിന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ AD എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. AD എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് ആണ് കേട്ടോ. ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് 4 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഇതിന്റെ ലെങ്ത് ഓഫ് ദി സൈഡ്സ് കറക്റ്റ് ടു മില്ലിമീറ്റർ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്ററിനെ കറക്റ്റ് ടു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. അപ്പോൾ 1 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാന്നാണ് അതിന്റെ മീനിങ്. സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ടു 1 ഡെസിമൽ പ്ലേസ്. ദാറ്റ് ഈസ് ദി മീനിങ്. ഓക്കെ, നോക്കാം. ഇവിടെ AB ഞാൻ X എന്ന് എടുത്തു.
ഈ ഡിസ്റ്റൻസ് ഈക്വൽ സൈഡ്സ് ആണല്ലോ, എല്ലാം ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആണ്. അപ്പൊ എ ബി ലെറ്റ് എ ബി ഈക്വൽ ടു എക്സ്. അപ്പോ ബി ഡി എന്ത് വരും? ഈ എ ബി സി എക്സ് തന്നെയാണല്ലോ. അപ്പൊ ബി ഡി എക്സിന്റെ ഹാഫ് 2 എക്സ് ബൈ 2. അപ്പൊ ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്. ഓൾട്ടിറ്റ്യൂഡ് വരച്ചിരിക്കുന്നതുകൊണ്ട് ഈ എക്സിന്റെ ഹാഫ് ആയിരിക്കും ഇത്. അപ്പോ ഈ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് എക്സ്, ബേസ് എക്സ് ബൈ 2, ഓൾട്ടിറ്റ്യൂഡ് 4. അപ്പൊ നോക്കാം, റൈറ്റ് ട്രയാങ്കിളിന്റെ 3 സൈഡ്സിനെ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന്റെ സ്ക്വയറിൽ നിന്ന് എക്സ് ബൈ 2 സ്ക്വയർ കുറച്ചാൽ കിട്ടുന്നത് 4 സ്ക്വയർ ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ബേസിന്റെ സ്ക്വയർ കുറച്ചാൽ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടും. അപ്പോ ഇത് സിംപ്ലിഫൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4. എക്സ് ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ ബൈ 2 സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറയുന്നത് 4 × 4 16. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ 4 ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ 4 × എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 വരും. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. കാരണം ഡിനോമിനേറ്റർ 4 ആണല്ലോ. 4x സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4. 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 60. അതായത് 4 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഈ 4 കൊണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4x സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ കുറയ്ക്കുക. എത്ര വരും? 3x സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടും. അപ്പൊ 3x സ്ക്വയർ ഈക്വൽ ടു 16 × 4 എന്ന് എഴുതാം. അപ്പോ അല്ലെ 16 × 4 എന്ന് പറയുന്നത് 64 എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 64/3 എന്ന് കിട്ടും. അത് എക്സ് കാണാൻ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ എക്സ് സ്ക്വയർ 64/3 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 64/3 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 64 സ്ക്വയർ റൂട്ട് ഓഫ് 3 ആണ്. 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. √3 ആണ്. അപ്പൊ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് 8/√3 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ √3 വന്നാൽ മാറ്റാൻ വഴിയെ നമുക്കറിയാം. നമ്മൾ നേരത്തെ ചെയ്താണ്. √3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് കിട്ടും ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ മൾട്ടിപ്ലൈ വിത്ത് √3. അപ്പൊ ഇത് 8√3/√3 × √3 അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ √3 ആണ്. അപ്പൊ √3 × √3 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ഈ റാഷണലിനെ ഇവിടെ റാഷണൽ ആക്കി മാറ്റി. ഇനി നമുക്ക് ഇത് വാല്യൂ കൊടുക്കാം. 8 × √3യുടെ വാല്യൂ 1.732 ആണ്. അപ്പൊ 8 × 1.732/3 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോ 8ഉം 1.732 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13.856 കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് ടു മില്ലിമീറ്ററിനാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ 1 സൈഡിന്റെ ലെങ്ത് ആണ് എക്സ് എന്ന് പറയുന്നത് 13.856 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ്. അത് കറക്റ്റ് ടു 1 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യണം. കാരണം 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാന്നാണ്. മില്ലിമീറ്റർ ആക്കി മാറ്റിയാന്നല്ല അർത്ഥം. അപ്പൊ 13.8 വരെ എടുക്കാം. 8 കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? 5 ആണ്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറം ഒന്നും എടുക്കണം. ഇപ്പൊ നമ്മൾ 99 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയായിട്ട് എടുക്കും. 2 ഈക്വൽ അല്ല, പക്ഷേ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 99 നമുക്ക് സൗകര്യപ്രദമല്ലാത്തതുകൊണ്ട്, അതായത് യൂസ് ചെയ്യാൻ സൗകര്യപ്രദമല്ലാത്തതുകൊണ്ട് നമ്മൾ 100 പൈസ 1 രൂപയായിട്ട് കൊടുക്കും. അതുപോലെയാണ് 13.856 എന്ന് പറഞ്ഞാൽ 13.9 85നെ 9 എന്നാക്കി 85 എന്തായി 90 ആക്കി എടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ 13.9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 13 സെന്റിമീറ്ററും 9 മില്ലിമീറ്ററുമാണ്. കറക്റ്റ് ടു മില്ലിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ 13.9 സെന്റിമീറ്റർ ആണ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് തനിയെ ചെയ്തു നോക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.